കാട്ടിലുള്ള പക്ഷികൾ എന്നാശാന്റെ പതിവില്ലാതെ ഇതിലെ ദാസപ്പാപ്പി ഒന്ന് തപ്പിയിറങ്ങിയത്. കുറച്ചു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോ ദീപാരാധനയ്ക്ക് കയറി കാണും. ഏതായി അവതാരം? ഇത് ഗോപിപ്പിള്ള നായർ, വലിയ NSS. ഓ, മാന്യനല്ലേ? അല്ല, അതെ. രാവിലെ തിരുമേനി എവിടെയായിരുന്നു? ഒരു ഗണപതി ഹോമം ഉണ്ടായിരുന്നു. എവിടെ? നമ്മുടെ തിരുവാർപ്പ് അമ്പലത്തിൽ. ഇന്ന് തിരക്ക് കുറവാണല്ലോ തിരുമേനി. ഏറ്റുമാനൂർ ഉത്സവമല്ലേ? അതാ. ദാസപ്പാപ്പിയെ, എന്റെ ദൈവമേ, ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. പിന്നെ ഓർക്കാൻ ഞാൻ എന്നാ ജയഭാരതി. സത്യമായിട്ടും അതുകളാ വന്നേ. അതെ, നല്ല കൊച്ചു പെമ്പിള്ളാരും വല്ലതും ഉണ്ട് കയ്യിൽ. പതുക്കെ. പ്രായം എങ്ങനെ? വോട്ടവകാശമുള്ളതാവണം. പിന്നെ കണ്ട നല്ല നെറ്റിപ്പട്ട അഴിച്ചു വെച്ച് പോലെ ഇരിക്കണം. പെട്ടെന്ന് വേണോ? ഒരു 2 ദിവസം തരണം. 2 ദിവസം ഇച്ചിരി കൂടുതലാണ്, എന്നാലും ഓക്കെ. പുതിയൊരു പാർട്ടി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? 2-3 വോട്ട് ചെയ്തതാ. जो वादा किया वो निभाना पड़ेगा, निभाना पड़ेगा. ഓ, എന്റെ പൊന്നാശാനെ, ഇതിന്റെ ഇടയിൽ കൂടി ആ ലത ചേച്ചിയുടെ ഒരു വരവുണ്ട്. റോക്കെ സമാനാ ജാഹേ റോക്കെ ഹുദായി തുംകോ ആനാ പടേഗാ, आना पड़ेगा, वाना पड़ेगा, ആനാ പടേഗാ. ആ പുറകെ പോകുന്ന വ്യക്തിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. എന്നാലും വേണ്ടില്ല. ആനാ പടേഗാ, ആനാ പടേഗാ. ഇതെന്നെ പിള്ള ചേട്ടാ കിടത്തവും പൊക്കവും ചെയ്യുന്നത്? സ്റ്റാർട്ട് ആവുന്നില്ലെന്ന്. കുട്ടിയപ്പം വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ. അവന് വീട്ടിലാരും ഇല്ലല്ലോ. മോളുണ്ടല്ലോ. നമുക്ക് അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കാം. കൊണ്ടൂരി പോന്ന എന്റെ പേടി. എന്നതാ ഇങ്ങോട്ട് നോക്ക്. അവത്തേലല്ലേ ഇവത്തെ കണ്ടോ? ഈ ലുട്ടാപ്പിയുടെ ഒരു കാര്യം. ഈ ലുട്ടാപ്പി നല്ല മുറ്റു പാത്തിയാ. കുട്ടിയപ്പൻ ചേട്ടന്റെ ശരിക്കുള്ള പേരെന്നാ? പ്രേം നസീർ. നീ വേണമെങ്കിൽ സൽക്കർ ദുൽമാൻ എന്ന് വിളിച്ചു. ദേ ചിരിച്ചോണ്ടിരിക്കുന്നത് കണ്ടോ? പിള്ളച്ചന്റെ അതേ ചായ. പിന്നെ അതെ, പക്ഷെ ഡിങ്ങിന്റെ അത്രയും വരത്തില്ല. താനിത് എവിടെ പോയി കിടക്കുവല്ലോ? എത്ര നേരം അറിയാമോ വന്നിട്ട്? അറിഞ്ഞായിരുന്നു, അതാ ഓടിക്കളിച്ച് വന്ന. തനിക്ക് തന്നെ പറ്റി? കുറച്ച് ചൂടോടെ എടുത്തോണ്ടോ. ഓ, വെള്ളം ഒന്നും വേണ്ട, എനിക്ക് കുടിക്കാനാണെന്നേ. വെള്ളവും സോഡയൊക്കെ വണ്ടിയിലുണ്ട്. തനിക്ക് വന്നേ, അത്യാവശ്യമായിട്ട് കിടങ്ങൂരൊന്നും പോണം. കൊച്ചു നിർത്താന്ന് ഇവിടെ. കരക്കാര് നോക്കിക്കോളൂ. ചടയെന്ന് വന്നേ. താനീ തോപ്പിയും കോപ്പൊക്കെ വെച്ച് അങ്ങോട്ടാ എടുത്ത് മാറ്റോ. എങ്ങോട്ടാ? അങ്ങോട്ട് കയറി. സൈഡാക്കാം. എന്നാ പക്ഷേ? അതെ, ഒരു കൊച്ച ഓട്ടോറിക്ഷയിലുണ്ട്. സാർ ഒന്ന് നോക്കിയേ. എന്നാ പൊക്കം വരും? അതൊക്കെ ഉണ്ടെന്ന് അതല്ലേ പറഞ്ഞവൻ നോക്കാനായിട്ട്. വാന്ന്. എങ്ങനെയുണ്ട് സാറേ? ഓ, അതൊന്നും ശരിയാവത്തില്ല. പക്ഷേ അയ്യോ, അതെന്നാ പറ്റി? ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. നീ ആ കൊച്ചിനെ എന്നെല്ലാം മേടിച്ചോളൂ. ചെല്ല്.
ആ പിള്ളേച്ച് ഇറങ്ങിയായിരുന്നു. ഒരു നേരം മറ്റടുത്ത പരിപാടി കാണിക്കില്ലേ? അതിനാ ആന നോക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കേറ്. പിള്ളേച്ചോ, ആ ഒരു കല്യാണത്തിൽ പോയി നമ്മൾ ചെറുക്കനെ പെണ്ണിനെ മാത്രമേ കാണത്തുള്ളൂ. അച്ഛനും കപ്പേരൊക്കെ കാണത്തില്ലേ? കിട്ടിയോ? കിട്ടി. പിന്നെന്നാ? പിന്നൊന്നുമില്ല. ആ കേറ്. പിള്ളേച്ചോ, സാരി എടുത്ത പൂഷ എങ്ങനെയുണ്ട്? നല്ല ഗ്ലാവറാ. പിള്ളേച്ചൻ ആന സോമനാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇയാള് കൊള്ളാവുന്ന ആരെയും കണ്ടിട്ടില്ലേ? ഇല്ല. ആന സോമനാരെന്ന് പറഞ്ഞ ആരാ? ആരാ? 3 തവണ ഗജരാജ മുതലാളി പട്ടം കിട്ടിയ കേസാ. അറിയാവോ? വാ തുറന്ന സംസ്കൃതത്തോട് സംസ്കൃതമാണ്. അതിനാ? പണ്ഡിത കേസരിയാന്നേ. 2 ആനക്കാർക്ക് 1 വർഷം കൊടുക്കത്തില്ല എന്ന് ഡൽഹിയിൽ നിന്ന് പറഞ്ഞോണ്ടാ. ഇല്ലെങ്കിൽ ഈ വർഷം കിട്ടിപ്പോയിന് പത്മശ്രീ. അയ്യോ പാവം. ആ എന്നെ എലിഫന്റ് ആ നോക്കിക്കേ. എന്റെ അമ്മോ. പിന്നെ ആ. അങ്ങനെ ഉണ്ണാൻ വിളിച്ചാൽ നിൽക്കണ്ട. അന്നാ പോകുന്ന വഴിക്ക് നല്ല വാളത്തല കിട്ടുന്ന ഷാപ്പ്. എന്റെ പൊന്നു പിള്ളേച്ചോ. എന്നാ? ഒന്നുമില്ലേ? ആരാ? മുതലാളി ഒന്ന് കാണാമെന്നാ. പിള്ളേച്ചോ, ഇവൻ എങ്ങനുണ്ട്? കുഴപ്പമില്ല. അവനോ? അതും കുഴപ്പമില്ല. എന്നാലും നല്ലതാന്ന് പറയാം. നല്ലതാ. ആ. അതെ, പുള്ളിക്കാരൻ എന്നെ പരിചയപ്പെടുത്തണ്ട. അതിനാ? ഈ പപ്പിനിയുടെ ബന്ധുക്കളൊക്കെ അടുത്തൊക്കെ ഉണ്ടേ. എന്റെ പൊന്നു പിള്ളേച്ചോ. എന്നാ? ഒന്നുമില്ല. ഓ, എവിടുന്നാ? കൊടമാലൂരിന്നാ. വണ്ടിയുടെ ഡാഷിൽ കുറച്ച് കാശിരിപ്പുണ്ട്, എടുത്തോണ്ടോ? ഇങ്ങോട്ടിരിക്കാം. ആ